അതെ, ഈ വെളിച്ചപ്പാടെന്താ? വെളിച്ചപ്പാട് നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരനാണ്. പക്ഷെ അയാൾക്കൊരു പ്രത്യേകതരം കഴിവുണ്ട്. അയാൾ ദൈവത്തിൻ്റെ വാക്കിനും ആൾക്കാരിലേക്കുള്ളൊരു വഴികാട്ടിയും കൂടിയാണ്. കാലിൽ തലയും കയ്യിൽ വാളും ഒരു ചുമപ്പ് വെളിച്ചം പോലെ അയാൾ ദൈവത്തിനെ ഉള്ളിൽ പ്രവേശിപ്പിച്ച് ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മളിലേക്ക് എത്തിക്കും. മന്ത്രം പോലെ തോന്നുമെങ്കിലും ഇതിലൊരു സത്യമുണ്ട്. വെളിച്ചപ്പാട് എന്നുള്ള ആ ഒരു സങ്കല്പം തലമുറകളിലൂടെ രൂപപ്പെട്ട ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. കാവുകളിലോ മറ്റ് ആരാധനാ സ്ഥാനങ്ങളിലോ പ്രത്യക്ഷപ്പെടുന്ന ദേവതയുടെ പ്രതിപുരുഷന്മാരായിട്ടാണ് വെളിച്ചപ്പാടുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഭക്തന്മാരുടെയും ദേവതയുടെയും ഇടനിലക്കാരൻ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ദേവതയായി തന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് വെളിച്ചപ്പാട്. അതിപ്പോൾ കാവിലായാലും അമ്പലങ്ങളിലായാലും ദൈവം എന്ന് പറയുന്നത് ഒരു സങ്കല്പം ശരീരമില്ലാത്താണ്. ശരീരമില്ല. ആ ശരീരമില്ലാത്ത ആ ദൈവത്തെ ശരീരമുള്ള ഈ ഭക്തനിലേക്ക്, ഭക്തൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വെളിച്ചപ്പാട്, ആ വെളിച്ചപ്പാടിലേക്ക് ആവഹിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഈ വെളിച്ചപ്പാട് ദൈവമായി സ്വയം ദൈവമായിട്ട് പറയുക. ഈ പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ദൈവത്തിൻ്റെ ഇംഗിതം, ദൈവത്തിന് എന്ത് പറയാനുണ്ടോ ആ പറയാനുള്ളത് ഈ ഭക്തനിലൂടെ, വെളിച്ചപ്പാട് എന്ന ഭക്തനിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഈ തെയ്യം എന്ന കലാരംഗത്താണ് വെളിച്ചപ്പാടൊക്കെ വരുന്നത് ആരാധനയുടെ ഭാഗത്ത്. ഈ തെയ്യം തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് ഈ ഒരു കോലത്തിരി രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട ചടക്ക്, കോലത്തിരി രാജവംശവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. കോലത്തിരിയാണ് ഈ ഒരു തെയ്യം 400 കൊല്ലങ്ങൾക്ക് മുമ്പ് തെയ്യം തന്നെ രൂപകൽപ്പന ചെയ്തതെന്നാണ്, ചെയ്യിച്ചതാണ് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തെയ്യത്തിൻ്റെ ഭാഗമായുള്ള ആ വെളിച്ചപ്പാടൊക്കെ പഴയ നാട്ടുരാജാക്കന്മാരുടെ കൂടി നേതൃത്വം അതിലുണ്ടാകുന്നത്. അപ്പം നാട്ടുരാജാക്കന്മാർ ഫെറക്കൽ രാജവംശമാവട്ടെ, പഴശ്ശി രാജവംശമാവട്ടെ, അല്ലെങ്കിൽ കുറുമ്പ്രനാട് രാജവംശമാവട്ടെ, അപ്പോൾ ആ രാജവംശങ്ങളുടെ രാജാക്കന്മാരുടെയോ അല്ലെ ആ കാലത്തെ പ്രഭു എന്ന ആ കാലത്ത് ജന്മിമാരുടെയൊക്കെ നാട്ടുരാജാക്കന്മാർ അവരുടെയൊക്കെ നിർദ്ദേശവും ഉപദേശവും നിർബന്ധവും ഒക്കെ ഈ ഒരു വെളിച്ചപ്പാടിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ആരാധനയുടെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കാം. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, നമ്മുടെയൊക്കെ എത്രയോ തലമുറകൾക്കപ്പുറത്ത് ട്രൈബൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ട്, ആദിവാസി സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രൈബൽ സംസ്കാരം, ആ സംസ്കാരം എന്ന നിലയിൽ, ആ സംസ്കാരത്തിൻ്റെ അനുവർത്തനം എന്ന നിലയിൽ പ്രാചീന കാലങ്ങളിൽ മനുഷ്യരുടെ യുക്തിബോധമൊന്നും വേണ്ടത്ര വളർന്നിട്ടില്ലാത്ത ഒരു കാലത്ത്, ശാസ്ത്രബോധം വേണ്ടത്ര വളർന്നിട്ടില്ലാത്ത ഒരു കാലത്ത് പ്രകൃതിയുടെ മടിത്തട്ടിൽ പ്രകൃതി ശക്തിയോടൊപ്പം അവിടുത്തെ മൃഗങ്ങളും അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും, ആ ജീവജാലങ്ങളോടൊത്ത് നായാടിയും മറ്റും കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ പ്രകൃതിയിൽ തങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നും ആ ശക്തിയെ അവർ ഈശ്വരനായിട്ട് കാണുന്നു. ആ ശക്തി അദൃശ്യം നമുക്ക് കാണാൻ പറ്റില്ല. ആ ശക്തി, ആ അദൃശ്യരായ ശക്തിയെ നമുക്ക് നമ്മളിലേക്ക് ആ ശക്തിയെ ആവേശിപ്പിക്കാൻ കഴിയും എന്നുള്ള തോന്നൽ പിന്നെ ഉണ്ടാവുകയും അവർ സ്വയമേവ ഈശ്വരൻ്റെ പ്രതിനിധിയായിട്ട് ഈശ്വരനെ, അവർ ആരാധിക്കുന്ന ദേവതയെ അവരുടെ ശരീരത്തിലേക്ക് ആവാഹിക്കാൻ ശ്രമിക്കുകയും ആവാഹിച്ച് അത് ഇപ്പം തങ്ങളുടെ ഗോത്രത്തിലെ മറ്റ് അംഗങ്ങൾക്കിടയിലേക്ക് ആ ദൈവത്തിൻ്റെ സന്ദേശം അരുളപ്പാടുകൾ എത്തിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. അത് അവർ ചരിത്ര വഴി അതാണ്. വെളിച്ചപ്പാട് ചിലപ്പോൾ അരയിൽ ഈ മുണ്ടുകൊടുക്കുന്നു, വെള്ളം മുണ്ടുകൊടുക്കുന്നു, അതിൻ്റെ മേലെ ചുവന്ന ഒരു പട്ട് ചുറ്റിക്കെട്ടും, ചുവന്ന പട്ട് ചുറ്റിക്കെട്ടുന്നു. ആ ചിലപ്പോൾ കയ്യിൽ വാൾ, മിക്കവാറും വെളിച്ചപ്പാടം മഴ വാളുണ്ടാവും. ആ വാളുകൊണ്ട് ഉറഞ്ഞാടുക എന്ന് പറഞ്ഞാൽ സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ടൊരു ആട്ടാണ്.
സ്വബോധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഈശ്വരനാണ് അവിടെ, അയാൾ ദൈവമായിട്ട് മാറുകയാണ്. അപ്പോൾ ദൈവമായിട്ട് മാറിയിട്ട് ഭക്തന്മാരുടെ മുന്നിൽ അയാൾ ഇങ്ങനെ സ്വയം ഉണർന്നു. ആ ഉറഞ്ഞാടുന്ന സമയത്ത് ഒരുപക്ഷെ തന്നെ ഒരു ഭക്തൻ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാളുകൊണ്ട് നെറ്റിയിലും ശരീരത്തിലൊക്കെ ആഞ്ഞു വെട്ടുന്നു, രക്തം വഹിപ്പിക്കുന്നു. ഇതൊക്കെ അത് സ്വയം സമർപ്പിക്കലാണ്. ഈ ഭക്തൻ എന്ന നിലയിൽ കൂടി ഉള്ള ഒരു സമർപ്പണമാണ് ചെയ്തത്. അപ്പോൾ അവിടെ വേഷം എന്നുള്ളത് ചിലപ്പോൾ മഞ്ഞക്കുറി ധരിച്ചിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഭസ്മോ എന്ന് പറഞ്ഞാൽ അത് കുറി ഇവിടെയൊക്കെ വരച്ചിരിക്കാം, ചിലപ്പോൾ വളയുണ്ടാവാം ചിലപ്പോൾ കുണ്ടലുണ്ടാവാം, ചിലർക്ക് പ്രത്യേകമായ മാല ഉണ്ടാവാം, ചിലർക്ക് ചിലങ്ക ഉണ്ടാവാം, പിന്നെ ചുവന്ന പട്ട്. ഇതൊക്കെയാണ് ഇവിടെ വേഷവിധാനങ്ങളായിട്ട്. വലിയ ആകർഷകമായ വേഷവിധാനങ്ങളൊന്നും ഒരിക്കലും ഇവിടെ ഈ വെളിച്ചപ്പാട് കണ്ടിട്ടില്ല ഇവിടെ. വാള് എന്ന് പറയുന്നത് ഈ വാളിലാണ് ഇതിൻ്റേതായിരിക്കുന്ന ചൈതന്യം കുടികൊള്ളുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ സ്വർണത്തിൻ്റെ ഒരു നെറ്റിപ്പട്ടെന്ന് പറയും, നെറ്റിയിൽ ധരിക്കുന്ന പിന്നെ ചിലമ്പ്, ഇതിലൊക്കെയും ഇതിൻ്റെതായ ചൈതന്യങ്ങളുണ്ട്. ഇതൊക്കെ കൂടി ചേരുന്ന സമയത്താണ് അതുപോലെ ഈ മഞ്ഞക്കുറിയാന്ന് നിങ്ങൾ കൊടുക്കും. അത് പൂർവിക കാലഘട്ടത്തിലെ ഈ മഞ്ഞളിനുള്ളൊരു ഔഷധ ഗുണം കൂടി ഉണ്ടല്ലോ. അപ്പോൾ സൂര്യ പോലുള്ള രോഗങ്ങൾക്ക് ശമനം വരുത്തുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് എല്ലാ ദൈവങ്ങളെയും മഞ്ഞൾ കൊടുക്കേണ്ട കാരണം തന്നെ. അതുപോലെ ഇതൊക്കെ കൂടി ചേരുന്ന സമയത്താണ് ഞങ്ങളിലും ആ ഒരു ചൈതന്യത്തിൻ്റെ സന്നിവേശം നടന്നുകൊണ്ടിരിക്കുന്നത്. വെളിച്ചപ്പാട് എന്ന് പറയുന്നത് ദേവിയുടെ ചൈതന്യത്തെ വെളിച്ചപ്പെടുത്തുന്ന എന്നുള്ളതായ അർത്ഥത്തിലാണ് വെളിച്ചപ്പാടെന്ന് പറയുന്നത്. അങ്ങനെ അതിനെപ്പറ്റി പറയാൻ വേണ്ടി സാധിക്കില്ല. അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചു വരാൻ വേണ്ടിയില്ല ഒരു പ്രയാസം അന്നേരം. പിന്നെ അങ്ങനെ കുറേ മറ്റുള്ള ഗുരുനാഥന്മാരെയും അങ്ങനെ കണ്ടു, അങ്ങനെ പഠിച്ച് ഇപ്പോഴും പഠിച്ചു വരുന്നു. അങ്ങനെ ഏകദേശം ഒരു 32 വർഷത്തോളമായി ഈ വെളിച്ചപ്പാടായിട്ട്. അപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ നാട്ടിലൊരു വെളിച്ചപ്പാടുണ്ടായിരുന്നു, അച്ഛൻ്റെ നാട്ടിൽ. അപ്പോൾ അവിടെ നിന്ന് ആ ചെറിയ കുഞ്ഞുനാളിലെ ചന്ദ്രങ്ങളും കാര്യങ്ങൾ തെയ്യക്കുള്ള സ്ഥലങ്ങളിലൊക്കെ കൂട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ നോക്കുമ്പം അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ പോലെ എനിക്കും ആവണം എന്നുള്ളൊരു കുഞ്ഞുനാളിലൊരു ആഗ്രഹമായിരുന്നു. പാരമ്പര്യമായിട്ട് വന്നതല്ല, എൻ്റേതായിരിക്കുന്ന താല്പര്യം പ്രകാരത്തിൽ വന്നത് തന്നെയാണ്. വെളിച്ചപ്പാടാവണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം വെച്ചാൽ മറ്റുള്ള സമൂഹമായിട്ടുള്ള ബന്ധങ്ങൾ, സമൂഹത്തിലുള്ള ജനങ്ങളായിട്ടുള്ള അടുപ്പം കാര്യങ്ങൾ നോക്കുമ്പം അത് മാത്രമേ
എനിക്ക് മാത്രം നമ്മൾ ഇങ്ങനെ ആചാര സാധനം വാങ്ങിച്ചവർക്ക് മാത്രമേ ഇത് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആയുധങ്ങളൊക്കെ ആ രീതിയിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എപ്പോഴും. കാരണം മറ്റുള്ളവരുടെ സമൂഹമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കും ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അതിനർഹപ്പെട്ട തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സമൂഹത്തിൽ എല്ലാവരും കൂടിച്ചേരുന്ന സംഗതിയാണ് ഒരു കാവ് എന്ന് പറയുന്നത്. അതായത് അവിടെ എല്ലാ ജനങ്ങൾ എവിടെ തന്നെ ഇപ്പം കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് പെൺകുട്ടികളാണെങ്കിലും അതുപോലെ എല്ലാ സമൂഹങ്ങളിൽ ഒത്തുചേരുന്നതാണ് കാവ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വെളിച്ചപ്പാടായിട്ട് ചെയ്യുമ്പം ആ വന്നുചേരുന്ന ജനങ്ങളെ അവർ ആദരവ് ഭക്തി അമ്മയാണെന്നുള്ളൊരു ചിന്തയിലാണ് വെളിച്ചപ്പാടിന് കാണുന്നത്. അമ്മ തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അങ്ങനെ പറയാം. ഭക്തന്മാരെന്ന് പറയുമ്പം അവരോടായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണെന്നല്ലോ. കാരണം ഞങ്ങളുടെ അമ്മയോടാണ് സംവദിക്കുന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിലാണ് വെളിച്ചപ്പാടിന് കാണുന്നത്. അതായത് ഞങ്ങളുടെ അമ്മയാണെന്നത് ഞങ്ങളുടെ സങ്കടങ്ങളും പരിഭവങ്ങളും പരിഹരിച്ചിരുന്ന ഒരു ശക്തിയാണ്. അത് വെളിച്ചപ്പാടിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ ബോധമാണ് ഞങ്ങളായിട്ടുള്ളത്. അത് ഞങ്ങൾ ഈ നാട്ടിൽ വെളിച്ചപ്പാടേക്ക് തെമ്പരാട്ടിയാടി കഴിഞ്ഞിട്ടാണ് നാട്ടിൽ സഞ്ചരിക്കും. എല്ലാ വീടുകളിലും എഴുന്നള്ളത്ത് പോകുമെന്ന് പറയും. അങ്ങനെ ചില ഇതിൽ ഞങ്ങളും ഒരു മനുഷ്യന്മാർ തന്നെയാണല്ലോ. അതിൽ നിന്ന് അല്പം ദൈവ ചൈതന്യവും കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചില വീടുകളിലെ അവസ്ഥ കണ്ടിട്ട് ചില കുഞ്ഞുങ്ങളുടെ രോഗാവസ്ഥയിലും കണ്ടിട്ട് ഭയങ്കര പ്രയാസപ്പെട്ടിട്ടുണ്ട്. കാരണം ചില വീടുകളില്ലാത്ത സ്ഥലങ്ങൾ ഇങ്ങനെ ചില മറ്റുള്ള ഇതൊക്കെ കാണുമ്പോൾ കണക്കിന് ഞങ്ങൾ ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് അന്നേരം കൂടുതൽ നിങ്ങൾക്ക് അമ്മയോട് തോന്നിപ്പോകുന്നത്. പക്ഷെ അവിടെയും ആ അനുഗ്രഹം കൊടുത്തെടുക്കുക. അമ്മ ആ നല്ല മനസ്സോടുകൂടി വരുന്ന വർഷമാകുമ്പോഴേക്ക് നന്നായി വരും എന്ന് പറഞ്ഞെടുക്കുക അതിൻ്റെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വെളിച്ചപ്പാട് സ്ഥിരമായിട്ട് വെളിച്ചപ്പാട് തന്നെ. പക്ഷെ ആ സമയത്ത് നമ്മുടെ അമ്മയുടേതായിരിക്കും രൂപം ധരിച്ച് ആ ആയുധം കയ്യിലേക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വൈബ്രേഷൻ അതിൻ്റേതായിരിക്കുന്ന ചൈതന്യം ഞങ്ങളിൽ സന്നിവേശിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ ഓർമ്മസ്ഥിതി ഉണ്ടാകും. മറ്റുള്ള പ്രധാനപ്പെട്ട ചില കർമ്മ തമ്പുരാട്ടി ആയിക്കഴിഞ്ഞാൽ ചില ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയുണ്ടാകും. ഇതിനു മുന്നേ കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് ഇവിടെ നിന്ന് ഞാൻ മറ്റൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ ഈ വെളിച്ചപ്പാടായിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മുസ്ലിം പെൺകുട്ടികൾക്ക് ഒരു പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞിട്ട് 3.5 വർഷത്തോളം മന്ത്രവാദം ചെയ്തെന്നും പറഞ്ഞിട്ട് അവിടെ കൂട്ടി വന്നു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങളെല്ലാവരും ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഭക്തന്മാർക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയമാണ്. പക്ഷേ പെട്ടെന്ന് മറ്റുള്ളൊരു ദേവൻ്റെ ആ കുട്ടിക്കൊരു കരിക്ക് കൊടുത്തു കുടിക്കാൻ. അപ്പോൾ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നിലേക്കൊരു ശക്തി സന്നിവേശം ചെയ്ത് കണ്ണുകൊണ്ടൊരു നോട്ടം നോക്കിയെന്ന് പറഞ്ഞു. ആ നോട്ടത്തോടു കൂടി ആ കുട്ടി ഭയന്ന് എന്നെ ഭയപ്പെടുത്തേണ്ട, ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലക്ഷ്യം കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലക്ഷ്യം ആ പെൺകുട്ടീൻ്റെ ദേഹത്തു നിന്ന് മറിഞ്ഞിട്ട് ബോധം കെട്ട് വീണു. അങ്ങനെ ഒഴിഞ്ഞു പോയി. അവരെ അച്ഛനും ഇതെല്ലാം വളരെ സന്തോഷത്തോടെ ഞങ്ങളോട് ഇത് പറഞ്ഞു. ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തു കൊടുക്കും. വെളിച്ചപ്പാട് മധ്യസ്ഥത വഹിച്ച് അതൊക്കെ തീർത്തു കൊടുക്കുന്നില്ല. അതിന്നും നടന്നു വരുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ ഞങ്ങളുടേതായിരിക്കും ഈ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ആ പണ്ടുള്ള ആചാരം എന്ന് പറയുന്നത് ഇപ്പം ഒരു കല്യാണത്തിനോ മറ്റുള്ള സദ്യയൊക്കെ കാര്യങ്ങൾ പോയി ഈ വെളിച്ചപ്പാടുമാർക്കോ അവർ അങ്ങനെയുള്ള ആചാരസ്ഥാനികൾക്ക് ആദ്യം വിളമ്പി കൊടുത്തിട്ട് അവർ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സമൂഹത്തിൽ മറ്റുള്ളവർ കൊടുക്കുള്ളൂ. ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി വേണമെങ്കിൽ കഴിക്കുവാന്നുള്ളൊരു അവസ്ഥയില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോഴത്തെ അതിൽ പെട്ടെന്ന് ചില ഞങ്ങൾ സ്വീകരിക്കാർക്ക് ആ രീതിയിൽ കഴിക്കും, അല്ലാത്തൊരു ഒഴിവാക്കി വരും. തീർച്ചയായും പണ്ട് കാലങ്ങളിൽ ഇത് പാരമ്പര്യമായിട്ടും മരുമക്കത്തായിട്ടും ബാക്കി ആ രീതിയിൽ കൊണ്ടുവരുന്നൊരു ആചാരമായിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യതിരിച്ച് പോയി. ഇന്നും ചെറുപ്പക്കാരൊന്നും നിന്ന് വിദ്യാഭ്യാസപരമായിട്ടും മാതാപിതാക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അങ്ങനെ പറഞ്ഞേക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് അന്യം നിന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നത്. അപൂർവം ചില സ്ഥലങ്ങളിൽ പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. അപൂർവം ചിലയിൽ പണ്ടുള്ള അത്രത്തോളം ഒരു ബഹുമാതി ഇന്ന് ഏതായാലും ഇല്ല തന്നെ പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല ആദരവും ബഹുമതിയും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപൂർവം ചില വെളിച്ചപ്പാടുമാരോട് ചില ഇപ്പം ഞങ്ങൾ പോലുള്ളവർ തന്നെ ഞങ്ങൾ തന്നെ കുറച്ച് മാറിപ്പോയി. പണ്ടുള്ള ആചാരം കൊണ്ട് നടക്കാനും സാധ്യമല്ല. അപ്പോൾ അതിൻ്റെതായിരിക്കുന്ന രീതിയിൽ അത് സമൂഹത്തിൽ മാറ്റം വന്നല്ലോ. അപ്പോൾ ആ സമൂഹത്തിൻ്റെ മാറ്റം എല്ലാത്തിലും ബാധിച്ചിട്ടുണ്ട്. ഇത്ര സമൂഹത്തിൽ തന്നെ ഒരു ഭയമുണ്ടല്ലോ. കാരണം വെളിച്ചപ്പാട് ഇന്നും ആ ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് ഇന്ന് ആളാണ്, വെളിച്ചപ്പാടാണ്, അപ്പോൾ തമ്പുരാട്ടീൻ്റെ അമ്മയുടെ പ്രതിപുരുഷനാണെന്നുള്ള ആ വിശ്വാസത്തോട് അല്ല. സമൂഹത്തിൽ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നവർ ഭക്തിയില്ലായ്മ കൊണ്ടൊന്നുമല്ല. പക്ഷേ അന്ധമായിട്ട് വിശ്വാസമില്ലാത്തവരിലാണ് അന്ധമായിട്ട് വിശ്വാസം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരാണ് പിന്നീട് വിശ്വാസമില്ലാന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഭക്തിമാർഗത്തിലേക്ക് നീറ്റ് കടന്നത്. നെല്ലുബന്ധത്തിൽ എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ ഈ സ്ഥാനം ഇത്രടുത്ത സമയത്ത് തന്നെ എന്നെ പുച്ഛിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഇത്ര ശരിയല്ല, ഇത്ര വേണ്ടാത്ത പണിക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോലും പിന്നീട് ഭക്തിമാർഗത്തിലേക്ക് നീങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരവസ്ഥയാണ് കണ്ടുവരുന്നത് ഇപ്പോൾ. കാരണം വിശ്വാസം ഇല്ലാത്തവരെ നമുക്ക്
പറഞ്ഞുകൊണ്ട് കഴിയില്ല. പക്ഷെ അവർ ചില സാഹചര്യങ്ങളിൽ പൊട്ടിട്ടാണ് അവർ പിന്നെ വിശ്വാസത്തിലേക്ക് വരുന്നത്. കാരണം ചില അനുഭവങ്ങളിലൂടെ. അപ്പോൾ ആദ്യമൊക്കെ പുച്ഛിച്ച് മാറി നിന്നവരൊക്കെ പിന്നീട് ഇതിനോട് എത്രയും അടുത്ത് വന്നിട്ടുണ്ട്. അത് ഇനി വന്നുകൊണ്ടിരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഭാവി തലമുറയിൽ ഇത് മുന്നോട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ആയിരിക്കാം. കാരണം ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് കുറച്ചതിന് അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ഈ അനുഷ്ഠാനങ്ങളൊന്നും ഇപ്പം പാലിക്കപ്പെടാതെ പോകാൻ ഞങ്ങൾ പോകുമായിരിക്കാം. അല്ല, അനുഷ്ഠാനപരമായിട്ട് നീങ്ങുകയാണെങ്കിൽ സാധ്യത കുറവ് തന്നെയാണ്. വെളിച്ചപ്പാട് വെച്ച കാവിലൊക്കെ വെച്ചിങ്ങനെ തുള്ളുന്ന നാട്ടിൻപുറത്തിനെ കാണുന്നതാണ് ഓരോ ആചാരത്തിന്റെ ഇതാണ്. തെയ്യത്തിന്റെ കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാ സംഭവം. ഇങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട് കഥകളിലൊക്കെ ഇങ്ങനെ. ഭക്തിയുടെ മാർഗത്തിൽ ഇങ്ങനെ പോണത് അറിയാം, അത്ര അറിയുള്ളൂ. വെളിച്ചപ്പാട് എന്താണെന്ന് അറിയില്ല. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ തോന്നുന്നത്. കണ്ടറിയാം, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഈ കൂടുതലും ആ മൂവീസിലൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പപ്പയൊക്കെ ഇങ്ങനെ പറയുന്ന കഥകളിൽ ഇങ്ങനെ പറയും, ഓ ഉറഞ്ഞു തുള്ളുക. അപ്പൊ ആ ഒരു ഭീകര ഒരു രൂപമാണ് എന്റെ മനസ്സിലുള്ളത്. മുത്തശ്ശി കഥകളെന്ന് പറഞ്ഞ പോലെ ഓരോ കഥകൾ കിട്ടുന്നുണ്ട്. വെളിച്ചപ്പാട് അവരുടെ കയ്യിൽ വാളുണ്ടാവും, അതുകൊണ്ട് തലയ്ക്ക് ഇങ്ങനെ വെട്ടി മുറിവായിട്ട് അതിൽ ഭസ്മം ഇടുക, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. വാളും അതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തുള്ളി കളിക്കുന്ന ആ ഒരു സംഭവം കണ്ടിട്ടറിയാം. വാളെല്ലാം പിടിച്ചിങ്ങനെ അവർക്കൊന്ന് ദൈവികമായ ശക്തി ഉണ്ടായിട്ട് അവർ അതിങ്ങനെ ശരീരത്തിൽ കയറി തുള്ളി. ഒരു സമൂഹത്തിന് ഇതിനെപ്പറ്റി അറിയത്തില്ല. മറ്റുള്ളവർ ഇതിലൊരു ഇൻട്രസ്റ്റ് എടുത്ത് അതിൽ എൻഗേജ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ വെളിച്ചപ്പാടെന്ന് പറയുന്ന നമ്മൾ ദൈവിക ചൈതന്യം വിളിച്ചു വരുത്തുന്ന ഒരാളാണ്. ഈ ദൈവിക ചൈതന്യം വിളിച്ചു വരുത്തി അമ്മയുടെ പൂർണ്ണ രൂപം നമ്മൾ പൂർണ്ണമായിരിക്കുന്ന ഒരു ദൈവത്തിലേക്ക് കൈമാറുന്നതാണ് വെളിച്ചപ്പാടിൻ്റെ ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ വെളിച്ചപ്പാടാണ് എല്ലാത്തിൻ്റെ അധികാരം. ഇപ്പം അമ്പലത്തിൽ എന്തായാലും തിരുവായുധക്കാരനെ വെളിച്ചപ്പാടിനെ പറയാം. അതുപോലെ കൊടക്കാരനെ പറ്റി അറിഞ്ഞിരിക്കണം, കലശക്കാരനെ പറ്റി അറിഞ്ഞിരിക്കണം, ഭണ്ണാരക്കാരനെ പറ്റി അറിയിക്കണം. അതുപോലെ അമ്പലത്തിൽ എല്ലാവരും പറ്റി അറിഞ്ഞിരിക്കേണ്ട ഒരു കടമ വെളിച്ചപ്പാടിനുണ്ട്. അതാണ് വെളിച്ചപ്പാടിൻ്റെ മെയിൻ. ഇത് അമ്മയാണ്, ശരിയായ രൂപമാണ്. അപ്പം അമ്മേനെ വിളിച്ചു വരുത്തി എല്ലാവർക്കും ഐശ്വര്യം കൊടുക്കുന്നത് വെളിച്ചപ്പാടാണ്. സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ ദൈവത്തിലേക്ക് എത്തിക്കുന്നത്. അത് തെയ്യം എന്ന അനുഷ്ഠാന കലയിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല. അത് നമുക്ക് ഈ അനുഷ്ഠാന കല ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് ജാതിക്കാർ. മലയ, പുലയ, വാണിയ എന്നീ ജാതിയിൽപ്പെടുന്ന ആൾക്കാരാണ് പൊതുവെ തെയ്യം കെട്ടുന്നത്. അപ്പോൾ ആ ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രം ആണ് തെയ്യം കെട്ടാനുള്ളൊരു അധികാരം. അത് എല്ലാ ആൾക്കാർക്കും പറ്റിയതല്ല. അപ്പോൾ തെയ്യത്തിലേക്ക് എത്തുക എന്നുള്ളൊരു ഘടകം അത് നിർബന്ധിതമാണ്. നമ്മൾ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ അപ്പൂപ്പന്മാർ മുതലേ ചെയ്തു വരുന്ന അനുഷ്ഠാന കലയാണ്. അപ്പോൾ അതിൽ നമുക്ക് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ജോലിക്കാര്യം എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് നോക്കുമ്പോൾ എന്തായാലും ഒരു എതിർപ്പ് വീട്ടുകാരിൽ നിന്ന് വരും. പക്ഷേ ഈ ഒരു ടൈമിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തെയ്യം എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഉള്ളതല്ല. ഒരു വർഷത്തിൽ 365 ദിവസവും തെയ്യം ഉണ്ടാവില്ല. ആ ഒരു കാലയളവിൽ തുലാപ്പത്ത് മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് തെയ്യം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഏർപ്പെടേണ്ട ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ ഈ വെളിച്ചപ്പാട് തെയ്യങ്ങളൊന്നും അങ്ങനെ എല്ലാ മാസവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ഒരു കാലയളവിൽ ഇപ്പം നമുക്ക് വേറൊരു ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലി കൂടാണ്ടാണ് നമ്മൾ ഈ ഒരു മാസത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പം എല്ലാവരും നല്ല രീതിയിലുള്ള ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഫിനാൻഷ്യലി. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു കൾച്ചർ പ്രകാരം ഈ ജാതി ഇതുണ്ടല്ലോ, ആ ജാതിനെ കുറഞ്ഞതായാലും നല്ല ജോലി ഉണ്ടായിരിക്കണം എന്നുള്ള കടമ അധികം ആൾക്കാർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അധികം ആൾക്കാരും ഈ തെയ്യത്തിൻ്റെ ഇതിനകത്തേക്ക് പോകാത്തത്. പൊതുവെ തെയ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഉപയോഗിക്കുന്ന പൈസ ഒന്നിനും എത്തൂല. ഒരു തെയ്യം കെട്ടി 10,000 ഇപ്പോൾ 20,000 രൂപ കിട്ടിയെന്ന് വിചാരിച്ച് അത് നമുക്കൊന്നിനും ഉപയോഗപ്പെടാൻ ഉള്ളതല്ല. അത് മെയിനായിട്ട് അതുകൊണ്ടാണ് ചെറിയ ആൾക്കാരൊന്നും ഇതിൻ്റെ അകത്തേക്ക് എത്തിപ്പെടാത്തത്. സാമ്പത്തികപരമായിട്ട് എല്ലാ തെയ്യക്കാരും എന്തായാലും ബുദ്ധിമുട്ട് ഏർപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 10 വർഷം 15 വർഷം മുന്നേ ഉള്ള ആൾക്കാരൊക്കെ തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ ആകെ 2,000 രൂപയാണ് തെയ്യത്തിന് കിട്ടുക. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തെയ്യം കെട്ടിയിട്ട് ഒരു 2,000 രൂപ കൊണ്ട് അവരെ സാമ്പത്തികമായിട്ട് അവർക്ക് എന്തായാലും വലിയ ഉയർച്ച ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലായാലും എല്ലാ അമ്പലത്തിലും സാമ്പത്തികമായിട്ട് വലിയ വരുമാനങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് തെയ്യക്കോലങ്ങളിലേക്ക് എത്തുന്നില്ല. കാരണം അവർ വർഷത്തിൽ
കെട്ടിയാടുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം 1-2 ദിവസങ്ങളിലാണ് അവർ തെയ്യം കെട്ടിയാടുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള രീതിയൊന്നുമില്ല. ഇതൊരു അനുഷ്ഠാന കല മാത്രമാണ്, അല്ലാണ്ട് സാമ്പത്തികപരമായിട്ട് അവർ ആരും ഉയർച്ചയിലെത്തുന്നില്ല. മോഡേണായിട്ട് വരുന്ന ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഇതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ലൈഫ് പ്രകാരം നമ്മൾ എത്രയോ ചെറുപ്പത്തിൽ നിന്നും മുൻപന്തിയിലേക്ക് എത്തുന്നു, അത്രയും നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി പഠിച്ചെടുക്കാൻ പറ്റും. നമ്മളൊരു ഏജ് കഴിഞ്ഞ് ഏകദേശം ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ തെയ്യത്തിലെത്തേക്ക് എത്തുന്നതിൻ്റെയൊക്കെ വലിയ പ്രയാസം നമുക്ക് അതിലെത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പം അച്ഛൻ്റെ ഒപ്പം മുതലേ ചെറുപ്പം മുതലേ പോയി ശീലമുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് പെട്ടെന്ന് എത്തിയതിൽ എല്ലാവരും സന്തോഷത്തോടെ കാണും. നമ്മളെന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചാച്ചന്മാർ കണ്ടുവരുന്ന തലമുറ ഇത്. അപ്പോൾ ഈ തലമുറകൾ ഇപ്പോൾ നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടുണ്ട്, മോന്തായം വളഞ്ഞാൽ 64 വളയും. കാരണം ഒരാളെ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അച്ചാച്ചന്മാർ എന്താണോ കണ്ടു പഠിക്കുന്നത് അത് തന്നെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ചെറുപ്പം തൊട്ടേ എൻ്റെ അച്ഛൻ തെയ്യത്തിന് പോവുകയാണെങ്കിൽ ഞാനും തെയ്യത്തിന് പോകും. നമ്മൾ കുറിത്തട്ട് പിടിക്കാനും അച്ഛൻ്റെ ഒപ്പം ചെണ്ട കൊട്ടാനും അതിനൊക്കെ പോയി ശീലിച്ചാൽ നമ്മൾ അതിലേക്ക് എത്തിപ്പെടും. അത് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നത്. പിന്നെ നമുക്ക് അതിൽ നിന്ന് വേർപെട്ട് വരാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. അപ്പോൾ സമ്മർദ്ദം പോലല്ല, സന്തോഷത്തോടെ ഇഷ്ടത്തോടുകൂടി തന്നെ അതിൻ്റെ അകത്തേക്ക് എത്തുന്നത്. വിശ്വാസം ഇല്ലാത്ത ആൾ എന്തായാലും എതിർക്കും. പൊതുവേ നമുക്കൊരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ എന്ത് തെയ്യത്തിനെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പ്രകാരമാണെങ്കിൽ നമുക്ക് വിശ്വാസമുണ്ട്, അന്ധവിശ്വാസമുണ്ട്. ഇപ്പോൾ എല്ലാ മനുഷ്യന്മാരും എല്ലാം വിശ്വസിക്കണമെന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് ദൈവിക ചൈതന്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലാണെങ്കിൽ പല ആൾക്കാർക്ക് അത് വിശ്വാസമില്ലാത്ത. പക്ഷെ കെട്ടിയാടുന്ന ഒരാളെ കൊണ്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വാസമുണ്ടെന്നേ പറയും. നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. അന്ധവിശ്വാസങ്ങൾ കുറേ നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ട്. അപ്പം പരമാവധി വിശ്വസിക്കാൻ പറ്റുന്ന മാത്രം വിശ്വസിക്കുക, അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കുക, ബഹുമാനം കൊടുക്കുക അവർക്ക്. കാരണം ഈ ദൈവിക ചൈതന്യം എല്ലാവരിലേക്കും എത്തൂല. ഈ തെയ്യം കെട്ടുന്ന 100 ആൾക്കാർ തെയ്യം കെട്ടുന്നുണ്ടെങ്കിൽ അതിൽ 70 ആൾക്ക് മാത്രമേ ഈ ദൈവിക ചൈതന്യം കിട്ടൂ. അല്ലാതെ ഇപ്പം ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാനൊരു തെയ്യക്കാരനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ തെയ്യം കെട്ടുന്ന ആൾക്കാരിലേക്ക് ഈ ദൈവത്തിൻ്റെ പൂർണ്ണരൂപം എത്തണമെന്നില്ല. അത് വിചാരിച്ച ആൾക്കാർക്ക് മാത്രമേ വരും. നമ്മളിപ്പോൾ സ്വർണ്ണ പ്രശ്നം, താമ്പൂല പ്രശ്നം എന്നെല്ലാം പറയും. ചില അമ്പലങ്ങളിൽ ഒരാൾ തെയ്യം കെട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അയാളിപ്പോൾ ഒരേ തെയ്യം കെട്ടുന്ന വെളിച്ചപ്പാട് കെട്ടുന്ന 3 ആൾക്കാർ തന്നെ വെച്ച് നമ്മൾ 3 ആളെയും വെച്ച് കബഡി നിരത്തി നോക്കിയിട്ട് അതിലേതെങ്കിലും ഒരാൾക്ക് മാത്രമേ അതിൽ തെയ്യം കെട്ടാനുള്ള അവകാശം ഉണ്ടാവും. അല്ലാതെ 3 ആൾക്കാർക്ക് അവകാശം ഉണ്ടാവില്ല. അത് അവർ തെയ്യം കെട്ടിയാൽ മാത്രമേ പൂർണ്ണ രൂപതയിലേക്ക് എത്തുന്നുള്ള ആൾക്കാരെ മാത്രമാണ് ഈ പ്രശ്നചിന്തയിൽ തെളിയുന്നത്. അല്ലാതെ എല്ലാവരും അങ്ങനെ പ്രശ്നചിന്തയിൽ ചെയ്യുക. അപ്പം നമ്മൾ അവർക്ക് അവരുടേതായ ബഹുമാനം കാര്യങ്ങളും നമ്മളത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് തിരിച്ച് കിട്ടും. ഒരാൾക്കൊരു ബഹുമാനം കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ബഹുമാനം തിരിച്ച് കിട്ടുന്ന രീതിയിലേക്ക് എത്തും.
ഭാവി തലമുറയിൽ ഇത് മുന്നോട്ട് പോക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ആയിരിക്കാം. കാരണം ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് കുറച്ച് അതിന് അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ഈ അനുഷ്ഠാനങ്ങളൊന്നും ഇപ്പം പാലിക്കപ്പെടാതെ പോലെ അങ്ങ് പോവായിരിക്കാം. അല്ല, അനുഷ്ഠാനപരമായിട്ട് നീങ്ങുകയാണെങ്കിൽ സാധ്യത കുറവ് തന്നെയാണ്. കാരണം ഇതിൻ്റെ അനുഷ്ഠാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ചര്യകൾ അതിൽ നിന്നും ആ രീതിയിൽ തന്നെ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഇനിയും ഭാവിയിൽ വന്നുകൂടായില്ല. കാരണം ഇതിൻ്റെ അന്യം നിന്ന് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ പാരമ്പര്യമായിട്ടായാലും ചില ചെറുപ്പക്കാരിൽ താല്പര്യപ്പെടുന്നവരുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ മുന്നോട്ട് വരണം. നമ്മുടെ ഈ സംസ്കാരത്തിന്, നമ്മുടേതായിരിക്കുന്ന പാരമ്പര്യത്തിനെ നമുക്ക് എന്താ പറയുക, നശിച്ചു പോയിക്കൂടാന്നുള്ളത് ചിന്താഗതിയുള്ളവർ മുന്നോട്ട് വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും ഞങ്ങൾ അറിയിക്കുന്നു.